ഒരിക്കൽ കൂടെ ശക്തിയോടെ നല്ല രാവിലെ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ദിവസമായിരിക്കാൻ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവ് നൽകിയ വലിയ ദിവസമായി സ്തോത്രം പാടുവാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം അവസരം നൽകിയല്ലോ. മകൾ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ദിവസമായിരിക്കാം. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻസ് പറയുകയുണ്ടായി. സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒരു നിലവിളിയാണ്, 5-ാം വാക്യം ഉത്തരമാണ്. ഒരിക്കൽ കൂടെ 5-ാം വാക്യം വായിച്ചാട്ട്, കിളികളുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരമണ്ടുന്നവനുമായി ദൈവം, നമ്മുടെ ദൈവം കണ്ണുനീർ കാണുന്നവനും ഇറങ്ങി വരുന്നവനുമായി ദൈവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പദമാണ് ഇവിടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കണം. നമ്മുടെ ദൈവം ഉറക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവനാണ്. ഞാൻ ശബ്ദമെടുക്കുവാൻ കഴിയാതെ ഒരു നെടുവീർപ്പുകൾ മാത്രം സ്വർഗത്തിലേക്ക് അയച്ചാൽ അതിന് ഉത്തരം തരുന്ന ദൈവമാണ്. നെടുവീർപ്പുകൾക്ക് ഉത്തരം തരുന്ന ദൈവം.
ഭക്തൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. 4 വാക്കുകൾ ഭക്തി എന്നതിനെ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ കൂടെ ഭക്തനെന്നും ഭക്തി എന്നും ഒക്കെ പറയും. ഭക്തി എന്നതിന് 4 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? 1 ഭയം, ഫിയർ. 2 റെവറൻസ്, അഥവാ ബഹുമാനം. 3 ഒബീഡിയൻസ്, അനുസരണം. 4 സ്നേഹം. എല്ലാവരെക്കാളുപരി, എന്തിനേക്കാളുപരി ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളും ഉപരി ആര് ദൈവത്തെ അനുസരിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ. രാവിലെ പറയാൻ കഴിയുമോ? എല്ലാറ്റിനും ഉപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. 18-ാമത്തെ വയസ്സിൽ വേദപുസ്തകം, ഞാൻ അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. രമ്യ 32:38 പറഞ്ഞു, ഞാൻ അവരെ വിട്ടുപിരിയാതിരിക്കേണ്ടതിന് എൻ്റെ ഉള്ള ഭക്തി ഞാനിവിടെ ഉള്ളിലാക്കും, അവർക്കും അവരുടെ ശേഷമുള്ള മക്കൾക്കും ഞാൻ നന്മ ചെയ്യും. എന്നാൽ ദൈവഭക്തി അകത്താകുന്നവന് കർത്താവിനെ വിട്ടുമാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഈ വെല്ലുവിളി നടത്തി റോമർ 8:35 യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ എല്ലാവരും പറ, നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് കൈ ഉയർത്തി പറ. ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടിയാൽ കർത്താവ് നല്ലവരെന്ന് പാടാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം കിട്ടിയാൽ കർത്താവ് വിശ്വസ്തനെന്ന് പറയാൻ കഴിയും. എന്നാൽ പ്രതീക്ഷിക്കാതെ സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴും എൻ്റെ ദൈവം നല്ലവരെന്ന് പാടാൻ കഴിയുകയാണ്. ഭക്തിയകത്തുള്ളവന് യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. 18-ാമത്തെ വയസ്സിൽ വിശുദ്ധ ബൈബിൾ മണ്ണെണ്ണയിൽ മുക്കി അത് കത്തിത്തീരും വരെ പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു സാധു സുന്ദർ സിംഗ്. പക്ഷേ തമ്പുരാൻ സുന്ദർ സിംഗിന് പ്രത്യക്ഷനായി. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം അയാളെ മാറ്റിമറിച്ചു. തമ്പുരാൻ ചോദിച്ചു, നീ ആരോടാ കളിക്കുന്നത്? സുവിശേഷത്തിനായി സുന്ദർ സിംഗ് ഇറങ്ങി തിരിച്ചു, സകലവും വിട്ട് സിഖ് മതത്തിൽ നിന്ന്. ഇതിനെ അമ്മാച്ചൻ തനിക്കുള്ള സകല വസ്തുവകളും കാണിച്ച് തൻ്റെ മോളെയും കാണിച്ച് പറഞ്ഞു, ഈ മോൾ നിന്റെ ഭാര്യയാകേണ്ടവളാണ്, ഈ സ്വത്ത് മുഴുവൻ നിനക്ക് വരേണ്ടതാണ്. സുന്ദർ സിംഗ് പറഞ്ഞു, നിന്റെ മോളെക്കാൾ നിന്റെ സ്വത്തിനേക്കാൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. സുന്ദർ സിംഗ് ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് തൻ്റെ അപ്പനെ ആയിരുന്നു. തൻ്റെ അപ്പനും ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് സുന്ദർ സിംഗിനെ ആയിരുന്നു. സുന്ദർ സിംഗ് യേശുവിൻ്റെ പുറകെ പോയി ക്രിസ്ത്യാനിയായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ കാണും, സംസാരിക്കും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഡൽഹിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ അവർ തമ്മിൽ കണ്ടു, ലോട്ടൺ മുറിയിൽ വെച്ച്. സുന്ദർ സിംഗിന്റെ അപ്പൻ മോനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ആ ചോദ്യം ഇതായിരുന്നു, മകനെ സുന്ദർ സിംഗേ, മകനെ സുന്ദർ സിംഗേ, നീ എന്നെക്കാളുപരി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സുന്ദർ സിംഗ് പറഞ്ഞു, ഡാഡി, ഞാൻ നിന്നെക്കാളുപരി എന്റെ യേശുവിനെ സ്നേഹിച്ചു പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇതാ ക്രിസ്ത്യ ജീവിതം. എല്ലാറ്റിനും ഉപരി യേശുവിനെ സ്നേഹിക്കുക. എല്ലാവരെക്കാളുപരി യേശുവിനെ സ്നേഹിക്കുക. യേശുവിന്റെ സ്നേഹം അകത്താകുന്നവനവനെ വിട്ടുമാറാൻ കഴിയില്ല. ഏറിയ വെള്ളങ്ങൾക്ക് ഈ പ്രേമത്തെ കെടുത്തുവാൻ കഴിയില്ല. രണ്ടുപേരും മിണ്ടിയില്ലെന്നും പറഞ്ഞിട്ടേട്ട് പോകുന്ന മാർഗമല്ലത്. 4 പേര് ചിരിച്ചില്ലെന്നും പറഞ്ഞ് യേശുവിനെ ഉപേക്ഷിക്കുന്ന മാർഗമല്ലത്.
ആരും കൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരും സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ആരെന്നോടൊപ്പം ഉണ്ടെങ്കിലും ഇല്ലേലും, ഞാൻ യേശുവിനെ പിൻപറ്റുന്നു. എനിക്കതിനൊപ്പം ഞാൻ തിന്നാലും പടിയോ കഴിഞ്ഞ ആഴ്ച പാടുക. കഷ്ടത്തിൻ കണ്ണോ നീർക്കൂടിച്ചാലും എനിക്കതിനൊപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണോ നീർക്കൂടിച്ചാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം ആയെന്നാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം ആയെന്നാലും യാത്രയോ ായിരിക്കണം നമ്മുടെ തീരുമാനം. ഈ ആഴ്ച ഞാൻ ചോദിച്ചു തരുമോ തരാതിരിക്കുമോ, കിട്ടുമോ കിട്ടാതെ വാസ്തവോടൊക്കെ ഇരിക്കുന്നവരോർത്താണ്. തന്നില്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്നല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ എന്റെ ദൈവമാ. എനിക്കിവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്നെ സ്നേഹിപ്പാതിരിപ്പാൻ കഴിയില്ല. കാരണം നിന്റെ ജീവരക്തം നൽകിയാണ് എന്നെ വീണ്ടെടുത്തത്. കയ്യൊന്നടിച്ചു വായം തുറന്ന ശക്തിയുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങുന്ന വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ശാന്തമായി നിങ്ങളുടെ ഉള്ളിൽ ഇത് പറഞ്ഞു. 15 വർഷം ഈ അമ്മാമ്മ 10-30 വർഷം, 10 അല്ലേ മാമ 15-20 വർഷം മുമ്പ് ബോംബെയിൽ പ്രസംഗം കേട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വേണം, അതാ എൻ്റെ പ്രത്യേകത. ഞാൻ ആഗ്രഹിക്കും 20 വർഷം കഴിഞ്ഞാലും പ്രസംഗം മറക്കരുത്, എന്നെ മറന്നാലും. ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവരുണ്ട്. ആരായിരുന്നു പറയുന്നേ? യോബിന്റെ പുസ്തകം ആരംഭിക്കുന്നത് വായിച്ചാട്ട്. ജോബ് ചാപ്റ്റർ 1:1. യോബിന്റെ പുസ്തകം 1:1 വായിക്കാം. ഒരു പുരുഷനുണ്ടായിരുന്നു, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും. ദൈവം, നമ്മുടെ വിഷയം ഭക്തി. ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഇതാരുടെ സാക്ഷ്യമാണ്? യോബിനെ കുറിച്ച് ആരുടെ സാക്ഷ്യം? വേദപുസ്തകം എഴുതിയ ആളിന്റെ സാക്ഷ്യം. വേദപുസ്തകം എഴുതിയതാരാ? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എഴുതിയതാ. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഒന്ന്, യോബിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞവൻ നിഷ്കളങ്കനാണ്, ഇവൻ നേരുള്ളവനാണ്, ഇവൻ ദൈവഭക്തനാണ്, ഇവൻ ദോഷം വിട്ടകലുന്നവനാണ്. രണ്ടാമത്തെ സാക്ഷ്യം 6-ാം വാക്യം വായിക്കുക സാർ. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഇതാരുടെ സാക്ഷ്യമാ? ഹോയാം ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ സാക്ഷ്യം, ഹോവയുടെ സാക്ഷ്യം. അത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം, എൻ്റെ ദൈവത്തിന്റെ സാക്ഷ്യം. നിന്നെ കുറിച്ച് സാക്ഷി പറയേണ്ടത് സ്വർഗ്ഗ.
ദൈവത്തിന്റെ സാക്ഷ്യം. ഉടനെ വായിച്ചേ ബ്രദറെ, എന്താ പറഞ്ഞേ? അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് പറഞ്ഞാട്ട് യോബ്. അപ്പം പിശാചു എന്തോ സമ്മതിച്ചു? ഭൂമിയിൽ ഒരുത്തരെ കുറിച്ച് നല്ലത് പറയുന്നവനല്ല സാത്താൻ. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. വിശുദ്ധന്മാരെ രാപ്പകലിൽ അപവാദം പറയുന്നവനാണ്, ദോഷം കണ്ടുപിടിക്കാൻ നടക്കുന്നവനാണ്. അവനും സമ്മതിച്ചു യോബ് ഭക്തനാ. സാത്താൻ സമ്മതിച്ചെന്ന്. കാരണം പറഞ്ഞു പിന്നെ കൊല്ലേക്ക് വരാം. അവൻ ദൈവം തമ്പുരാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, പിശാച് പറഞ്ഞു. പിന്നെ ആരൊക്കെ പറഞ്ഞു? പിന്നെ ആര് പറഞ്ഞു യോബ് ഭക്തനാണ്? നമ്മളെ വിളിക്കുക പറഞ്ഞു. ആര് പറഞ്ഞു? സ്നേഹിതര് പറഞ്ഞു, അയൽക്കാരൊക്കെ പറഞ്ഞു. ദൈവം തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. ആര് പറഞ്ഞു? പറഞ്ഞ അച്ചായന്മാരെ, ഭാര്യ. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വില നൽകുന്ന ആ സാക്ഷ്യത്തിന്. ആരുടെ സാക്ഷ്യമാണ്? നാരങ്ങ നിന്നത്. അത് കിട്ടാനായിട്ട് പാട്. ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന വിമോചനെ കുറിച്ച് പലർക്കും പല സാക്ഷ്യവും കാണും. പലർക്കും പല അഭിപ്രായം കാണും നമ്മളെ കുറിച്ചല്ല. ഓരോ സഹോദരൻ പറഞ്ഞു മാന അപമാനികൾ. ഒരു വാക്യം പറയുമ്പോൾ അടുത്ത വാക്യം നിങ്ങൾ പറയണം, പഠിക്കണം. റെഡിയാണ്. ഈ ബൈബിൾ മുഴുവൻ കണ്ടു കിട്ടിയാലും കമ്പ്യൂട്ടറും ചാടുന്ന ഒരു വാക്യം പറയണം. അതായത് ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങൾ പറയുമെന്നറിയാം. ഞാനൊരു പഴയ സഭയിൽ ചെന്ന് പറഞ്ഞു, നമുക്കെല്ലാം 23-ാം സങ്കീർത്തനം ഒന്നിച്ച് പറയാവുന്നു. അവരെല്ലാം ഒന്നിച്ച് പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്ത് സർവ്വം. അതിനേക്കാൾ രസമായി നമ്മുടെ ഈ പാട്ട്. ഞാൻ ശ്രദ്ധിക്കും, ഈ പാട്ട് പലതും തെറ്റിച്ചാ പാടുന്നത്. ഏതായാലും ഇവിടെ നോക്കി പാടുന്നതാണ് നല്ലതാണ്. താതൻ പേർക്കായി സേവ ചെയ്തതാൽ പാട. ഈ ചിലടത്ത് പാടുന്ന വന്നു ബന്ധിതരാക്കി അധർമ്മികളാമോ കന്തം വരുത്തുന്നത്. അത് ഈ പാട്ടായിരുന്നു. അതേതായിരുന്നു? പ്രതിഫലം തന്നിട്ടായിരുന്നു. എത്രയിടത്ത് കൺവെൻഷനൊക്കെ വന്നു ബന്ധിതരാക്കി അധർമ്മി. അതിന്റെ ഫസ്റ്റ് ആൻസർ ഏതാ? പ്രതിഫലം തന്നിടാൻ. അതിനെ നമ്മൾ പാടിയത് പ്രതിഫലം തന്നിടാൻ. അതന്നല്ലേ ഇത് തന്നെ? അല്ല, അതന്നെ. അപ്പം വന്നു ബന്ധിതരായ അധർമ്മികൾ അതുപോലെ അതുപോലെ പലതാണ്. പണ്ട് കോട്ടയത്തെ അച്ചായന്മാര് പാടാൻ കയറി നിന്നു. അപ്പം പാട്ട് കിട്ടിയില്ല. ഈ റെഡിയായിക്ക് വന്നാൽ നല്ല കാര്യമാണ്. സിയോങ്ക അന്ന് HCV ഒന്നുമില്ല, സിയോങ് ഗീതാവലിയാ. സിയോങ് ഗീതാവലി തുടർന്നിട്ട് ഒരൊറ്റ പാട്ട്, യേശു മനോന്നതനെ മഹോന്നതനെ എന്ന രീതി. ബാക്കിയില്ല, ബാക്കി വേറെ പാട്ടാ. അപ്പം ഈ വാക്യങ്ങൾ തെറ്റിക്കരുത്, പാട്ടും തെറ്റരുത്. അത് ശ്രദ്ധിക്കണം. ഈ മുമ്പേ ഞാൻ പറയാൻ വിട്ടുപോയെങ്കിൽ ഒന്ന് പറയണം. ഞാനിവിടെ കുറച്ച് ദിവസം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഈ 3 സാക്ഷ്യങ്ങളുണ്ട് വിശുദ്ധ ബൈബിളിൽ. ഒരു ദൈവവൈദ്യൻ പറയേണ്ട, ദൈവവൈദ്യനുണ്ടാകുന്ന 3 സാക്ഷ്യങ്ങൾ. ഒന്നാമത്തെ സാക്ഷ്യം 66-ാം സങ്കീർത്തനം 16-ാം വാക്യമാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ ഉറക്കെ പറ, വന്ന് കേൾപ്പി, യഹോവ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത്. അപ്പൊ ആ സാക്ഷ്യമാണ് കുറിച്ചിട്ടോണം അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞേ. ദൈവം നിന്റെ പ്രാണന് വേണ്ടി ചെയ്ത് വിവരിക്കുന്നതാണ് അനുഭവ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ജീവിത സാക്ഷ്യമാണ്. കണ്ടരേക്കന്മാർ 4:8-9. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയേണ്ട സാക്ഷ്യം.
നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയേണ്ട സാക്ഷി, അയൽക്കാർ പറയേണ്ട സാക്ഷിയാണ്. അവനൊരു ദൈവഭക്തനാ, അവൻ പ്രാർത്ഥിക്കുന്നവനാ. നിന്റെ അടുത്ത് ഓടി വരും. അപ്പൊ ഇതെന്താ സാക്ഷിയാ? പറ, ജീവിത സാക്ഷി. മൂന്നാമത്തെ സാക്ഷ്യം പ്രവൃത്തി 26-ാം അധ്യായം 28-ാം വാക്യം. അഗ്രിപ്പാവ് പൗലോസിനോട് പറഞ്ഞു, ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. പൗലോസിന്റെ മറുപടി, അല്പം കൊണ്ടല്ലാതെ അധികം കൊണ്ടാകട്ടെ. നീ മാത്രമല്ല ഈ കേൾക്കുന്ന എല്ലാവരും ഈ ചങ്ങല ഒഴികെ എന്നെ പോലെയാകണം. ആ സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ സാക്ഷ്യം. ഒരു ദൈവം ഇതിന് 3 സാക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പറഞ്ഞേ. ഒന്ന്, അനുഭവ സാക്ഷ്യം. ഞാൻ തൊട്ടത്, എൻ്റെ കൈ തൊട്ടത്, ഞാൻ അനുഭവിച്ചത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിച്ചു തരും. അതാണ് അനുഭവ സാക്ഷ്യം. അതായത് വഴിയോ ഇപ്പം പട്ടി കടിക്കാൻ വന്നതും പട്ടി കടിക്കാൻ വന്നു, യോവിൻ്റെ കഷ്ടത. എന്തുകൊണ്ട്? പട്ടിയുടെ വായി ചെന്ന് ഏടിയിട്ട് യോവിൻ്റെ കഷ്ടത. വഴിയെ പോയതും കണ്ടതും കേട്ടതും പറയാനുള്ളതല്ല സാക്ഷ്യം. ജീവൽഗന്ധിയായത്, അനുഭവഗ്രസ്തമായത്, നിന്റെ തൊട്ടത്, നീ അനുഭവിച്ചത്, എഴുന്നേറ്റൊരു വാക്ക് പറയുമ്പോൾ എൻ്റെ സഹോദരിയെ വിടുവിച്ച ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ സഹോദരനെ സഹായിച്ച ദൈവം എന്നെ സഹായിക്കും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. ഈ റീഡിങ് ചർച്ചസിലെല്ലാം ഇപ്പം ഈ സാക്ഷിയാണ് നിർത്തി. നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴായിരിക്കുന്നില്ല, നിർത്താവോ സഭ രക്ഷപ്പെടും. ഈ പിള്ളേരും തോറും വളരും തോറും വളരാനും പിള്ളേരെ ഒറ്റ കാര്യം എന്താ പറയാൻ, പിള്ളേരെ സാക്ഷി എന്തൊക്കെ ആയി പറയുന്നു. സൂക്ഷിക്കണം. ദൈവത്തിനൊരു വാക്ക് പറയാൻ നീ സൂക്ഷിക്കണം. വായി വരുന്ന എല്ലാം എഴുന്നേറ്റ് എന്ന് പറയണം. പ്രത്യേകിച്ച് ഈ അതിഥികളൊക്കെ, നിന്റെ സഭയിൽ ഒരാൾ വന്നാൽ നേരത്തെ വരാൻ ഒത്തിരില്ലോ എന്ന് പറയണം. പട മേടിച്ച് ചെന്നപ്പോൾ പന്തളം ചൂട്ടും കെട്ടി പട പോലെ ആകരുത്. സാക്ഷ്യം നിരോധിക്കാമെങ്കിൽ സഭകൾ രക്ഷപ്പെടും. ജീവൽഗന്ധിയായെന്ന് പറഞ്ഞു, ദൈവം തൊട്ടത് പറയണം, കണ്ടത് പറയണം, വായി വരുന്നതിനും പറയണം. ഒന്ന്, അനുഭവ സാക്ഷ്യം. 2, പറ, നിന്റെ ജീവിതം ഒരു സാക്ഷിയാക്കണം. ഒരു ബിഷപ്പിൻ്റെ കൂടെ പോയ ഒരു സന്യാസി പറഞ്ഞു, ഒരു ദിവസം കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നാൽ ഞാൻ ക്രിസ്ത്യാനിയായി മാറും. അതാണ് സാക്ഷ്യം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാകണം. പണ്ട് വി. എൻ. തോമസ് എന്നൊരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, ചിലരെയൊക്കെ കർട്ടനിട്ട് പ്രസംഗിപ്പിക്കണം. കാരണം പ്രസംഗിക്കുന്ന ആരാണെന്ന് ആളുകൾ കാണരുത്. കണ്ടാൽ രക്ഷിക്കപ്പെടത്തില്ല, കാണാതിരുന്നാൽ ചിലർ രക്ഷിക്കപ്പെടും. മൂന്നാമത്തെ സാക്ഷി എന്താ? ഈ 3 സാക്ഷിയുണ്ടോ? അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം, സുവിശേഷ സാക്ഷ്യം. നമ്മുടെ ബന്ധുക്കോസുകാർ ഇപ്പൊ ഈ 3 കൂടെ സങ്കീർത്തന വായനയ്ക്ക് ശേഷം ഉള്ളൊരു സാക്ഷ്യത്തിൽ അങ്ങ് ഒതുക്കി. ഈ 3 സാക്ഷ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ സാക്ഷ്യം ഞാൻ പറയാം. 1, പതിവ് സാക്ഷ്യം. ഒന്ന് പറഞ്ഞേ, പറയുന്നത് കേൾക്കട്ടെ. 1, പതിവ് സാക്ഷ്യം. 2, കുത്തു സാക്ഷ്യം. 3, കള്ളസാക്ഷ്യം. എന്താ സാറല്ലയോ, ജനിച്ചോളം നോക്കിയല്ലേ ഇരിക്കുന്നേ. പതിവ് സാക്ഷ്യം, കുത്തു സാക്ഷ്യം, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ ഇരിപ്പാണ്ടിട്ട്. കള്ളസാക്ഷ്യം. എന്താ പതിവ് സാക്ഷ്യം? കഴിഞ്ഞൊരാഴ്ച കാലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനുമായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിനോട് പ്രാർത്ഥിക്കണം. ടപ്പോ ഒറ്റയിരുപ്പ്. 25 വർഷമായി. കാനവച്ചൻ പറഞ്ഞ കാര്യമാണ്. 25 വർഷമായിട്ടും പറയുന്നത് നിങ്ങളല്ല എൻ്റെ നിലനിൽപ്പിനായി. ഇത് കേൾക്കുമ്പോഴേ വിചാരിച്ചറിയാം, ഈ കൊച്ചമ്മയുടെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ്. ഇപ്പോഴും നിന്നിട്ടില്ല. ആണ്ടർത്തി യോഗത്തിന് വരെ സാക്ഷി. നിങ്ങൾ ഒറ്റയ്ക്ക് പടവന്നിരിക്കുന്നതും കാണാം. അതാണ്
പതിവ് സാക്ഷ്യം, എല്ലാ ആഴ്ചയിലും ഒറ്റ സാക്ഷ്യം. പിന്നെ കുത്തുസാക്ഷ്യം പറയണം. ഒത്തില്ലേ പാട്ടി കുത്തും. പണ്ട് ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ സാധാരണ സഭയിൽ നിൽക്കില്ല, ഈ ചർച്ച ഉണ്ട്, സഭയുള്ള ആളാണ് ഞാൻ, ലോക്കൽ സഭയുണ്ട്. പക്ഷെ അവിടെ നിൽക്കേണ്ടി വന്നു. അതിനോട് പറഞ്ഞത് പാസ്റ്ററാണ്. ഇപ്പം 51-ാം സങ്കീർത്തനം വായിച്ച് പാസ്റ്റർ പ്രബോധിപ്പിച്ചിട്ടിരുന്നൊരു സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ ഒരാൾ വെടിപൊട്ടുന്ന പോലെ സ്വോത്രം പറഞ്ഞ് എഴുന്നേറ്റിട്ട് പറയാണ്, ക്രൈസ്തവരോടൊക്കെ പറഞ്ഞ പാസ്റ്ററെ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നെന്ന്. ഞാൻ മരിച്ച് വലിയ അനുതാപത്തോട് പറയുകയാണ്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഉടനൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ വെടിപൊട്ടിയൊരു സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് ഒരച്ചായൻ പറഞ്ഞ്, എൻ്റെ പാപത്തെ നീ പുറയിലെറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് സ്വന്തം. അപ്പൊ എനിക്ക് മനസ്സിലായി, പുറയിരിക്കുന്ന അച്ചാന്റെ ഭാവം മുമ്പിരിക്കുന്ന അച്ചാനും, മുമ്പിരിക്കുന്ന അച്ചാന്റെ ഭാവം പുറയിരിക്കുന്ന അച്ചാനും. എനിക്ക് തോന്നുന്നു പാസ്റ്റർ അവരെ രണ്ടുപേരെ രണ്ടിടത്ത് കൊണ്ടിരുത്തിയില്ല. ഇവരടുത്തുന്ന ഇവരെല്ലാം കൂടെ ഏത് സ്വർഗത്തിലാണ് പോകുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സർവ്വലോകത്തിലെ ദുഷ്ടാനസേനയോടും. പാട്ടിക്കുത്തും കുത്തും. ഞാൻ പാസ്റ്റർമാർ, എനിക്ക് എൻ്റെ ഇവിടെ പാസ്റ്റർമാർ 45 പേരുണ്ട് എൻ്റെ സെന്ററിൽ. ഞാൻ പറഞ്ഞു, പ്രസംഗിക്കാൻ വേണ്ടി ഒത്തുവാക്യം തപ്പിക്കോണം, കുത്തുവാക്യം തപ്പരുത്. സഭ കുത്താനുള്ളിടമല്ല, വെട്ടാനുള്ളിടമല്ല. നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കുന്നില്ലേ? ഇതാ എൻ്റെ പ്രസംഗം. നീതി കുത്താനും വെട്ടാനും ഉള്ള ഇടമല്ല ദൈവസഭ. ഇത് വീഞ്ഞു വീടാണ്. അവൻ എന്റെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. സ്നേഹക്കൊടി പിടിക്കുന്നതാണ്. ഇതിനുള്ള എന്താ ഞാൻ പറഞ്ഞേ? ഹലോ, പിന്നെ ഏത് സാക്ഷിയാ പറഞ്ഞേ? കള്ളസാക്ഷി. രാവിലെ 7:30 വരെ കിടന്ന് ഉറങ്ങിയിട്ട് വന്ന് പറയുമ്പോൾ മുഴുവൻ ഞാൻ ജാതിരിക്കുകയാണ്. നമുക്ക് ചില കാര്യമൊക്കെ പറയുമ്പോൾ വൈബ്രേഷൻ ഉണ്ട്. കേരള കൺവെൻഷന് വന്നിട്ട് കൈ ഉയർത്തി അലേലിയ പറയാൻ പറഞ്ഞിട്ട് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് പറയും പുള്ളിയുടെ ക്രൂസൈഡിൽ രക്ഷിക്കപ്പെട്ടവരാ. അച്ചക്കള്ളം. നമ്മുടെ ഇരിപ്പും എഴുന്നേൽപ്പും ഒക്കെ അറിയുന്നവന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. സഭ മടങ്ങി വരണം. എല്ലാ സഭയും ബന്ധം ലൈവൊക്കെ പോന്നേ പിടിക്കുന്നത് പോട്ടെ. ബന്ധക്കോസ്തുകാരെ മടങ്ങി വരണം. നിന്റെ സാക്ഷ്യം സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ള ആ സാക്ഷ്യത്തിൽ ഒതുക്കരുത്. യാത്ര പോകുന്നൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് വന്നല്ല ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് തീരരുത്. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കണം. ജീവൻ ഗന്ധിയായ സാക്ഷികൾ എഴുന്നേൽക്കണം. യേശുവിനെ കുറിച്ച് പറയേണ്ട എത്ര നാളായി? യേശു കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ആരോടേലും പറഞ്ഞു കഴിഞ്ഞ വർഷം ഇത്ര നാള്. ക്രിസ്ത്യാനി സുവിശേഷത്തിന്റെ സാക്ഷിയാകണം. പ്രൈസ് ദി ലോർഡ്. തൊട്ടത് അനുഭവിച്ചത് ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവന്റെ സാക്ഷികളായത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. എല്ലാവരും ഒന്ന് കരമടിച്ചാണ് സന്തോഷത്തോടെ എല്ലാവരും ഇരുന്നാണ് ശക്തിയോടെ. കൈ കെട്ടിയൊന്നും ഇരിക്കാൻ എല്ലാവരും കൈയടിച്ചു ശക്തിയോടെ. വാസമൊക്കെ അല്ലേ ബലപ്പെടുത്താം ശക്തിയോടെ. ശക്തിയോടെ ആരാധിച്ചാണ്. സാക്ഷിയാകണം. നിന്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണ്. നീ ജോലി ചെയ്യുന്നിടത്തല്ല, നിന്നെ കുറിച്ച് സാക്ഷ്യം വേണം. സാക്ഷ്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു വന്നതേ, എന്നെ കുറിച്ച് പലർക്കും പല സാക്ഷ്യം കാണും. പൗലോസ് പറഞ്ഞു, മാന അപമാനങ്ങൾ, ദുഷ്കീർത്തി, സത്യം, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും ചെല്ലു കൊള്ളാമെന്ന് പറയുന്നത് കൊള്ളത്തിൽ നിന്ന് പറയുന്നേ. 10 പേര് നല്ലതാന്ന് പറഞ്ഞു 2 പേര് കൊള്ളത്തിൽ നിന്ന് പറയും.
അത് മാനമുണ്ട്, അവമാനമുണ്ട്. നമുക്ക് ഈ മാനം മാത്രമല്ല, അപമാനമുണ്ട് സുവിശേഷ നിലയിൽ. കൊള്ളാവുന്നവർ പറയും കൊള്ളത്തില്ലെന്നും പറയും, ഓ കൊള്ളത്തില്ല, കളനാ കളനാ, അതൊക്കെ ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞു വന്നത്, വി മോഹൻസിനെ കുറിച്ച് നാട്ടുകാരെന്തെല്ലാം സാക്ഷ്യം പറയും. അതല്ല എൻ്റെ സാക്ഷ്യം. എൻ്റെ പെണ്ണും പിള്ളേരും എന്നെ കുറിച്ച് എന്ത് പറയും, അതാ സാക്ഷ്യം. എന്നെ കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്ന സാക്ഷ്യം, എൻ്റെ ഭാര്യ പറയുന്നതാണ് സാക്ഷ്യം. കാരണം എന്നെ ശരിക്കറിയാവുന്നവർക്കാണ്. നമുക്ക് സാക്ഷ്യം വേണം. നമ്മൾ മലയാളികൾ ഒരാളെ കുറിച്ച് നല്ലത് എപ്പോഴാണ് പറയുന്നത്? ഉറക്കെ പറ. നീയുടെയൊക്കെ എനിക്ക് തോന്നുന്നു യാത്രയപ്പിന് പറയും. ഞാനിപ്പം യാത്രയിൽ പോയിട്ട് 3-4 പാസ്റ്റർമാർ ഒരു പുകഴ്ത്തല. എന്നാൽ പിന്നെ ഈ പാസ്റ്റർ 1 വർഷത്തോടെ അങ്ങ് ഇരുത്തട്ടെന്ന് ചോദിച്ചാൽ വേണ്ട വേണ്ട. ഈയിടെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ മാറ്റാനൊക്കെ തന്നെ പാസ്റ്റർമാമി ഒന്ന് മാറ്റി തരാമോ? എന്തോ കഷ്ടം. സെൻട്രൽ പാസ്റ്ററായുള്ള പണി. സാക്ഷ്യം വേണം. നമ്മുടെ നല്ലത് പറയുന്നത് ആകെ മരിക്കുമ്പോഴാണ്. അയ്യോ സത്യം പറ. ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് പുറത്തില്ല. ഈ ബന്ധക്കോസിലെ സെൻട്രൽ പാസ് ആണെങ്കിൽ ഇഷ്ടംപോലെ അടക്കം നടന്നു. രാവിലെ പോയാൽ വൈകിട്ടാണ് വരാനും പോകും. നമ്മൾ വടിയായാലും ഇതെടുക്കത്തില്ല. ഇപ്പൊ സത്യം പറ, നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല വിളി വരുന്നത് ഞാൻ പാടില്ല. പോയാൽ രാവിലെ നിന്ന് വൈകുന്നേരം വരെ ഇരുന്നാലും കൊണ്ടുപോകത്തില്ല. പണ്ടൊക്കെ അനുശോചനമായിരുന്നു, ഇപ്പൊ ആശംസകളായി മാറി. വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം പറയും. നമ്മൾക്ക് ഈ 2 പരിപാടി ഉണ്ടാകുന്നു. ഒന്ന് അനുസ്മരണം, ഇയാളിനെ, അതാണ് ഈ പറയുന്നത്. പിന്നെ വചനം. ഇപ്പോൾ വചനമില്ല. ഞാൻ കർക്കശമായിട്ടുണ്ട്, വചന ശുശ്രൂഷ വേണം, അതില്ല. അപ്പോൾ ഈ വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം നിന്ന് എന്തൊക്കെ ഈ പറയുന്നത്. ഇവിടെ ഒരിടത്ത് ചെന്നപ്പം പറയും, ഞങ്ങളിതൊക്കെ കേൾക്കുന്നതല്ലേ, ഞങ്ങൾക്ക് ഇതുകൊണ്ട് അടക്കാതെ പോകാനും പോകും. വരുന്നവരല്ലേ ഇത് പറഞ്ഞിട്ടൊന്നും പോവാം. സമയമില്ലാത്തതുകൊണ്ട് വരുന്നവർ 10 വട്ടം പറയും സമയമില്ലാതെ. നീ പോകുമ്പോൾ നോക്കിക്കോളൂ. എടാ, ഈ സമയമില്ലെന്ന് പറയുന്ന സമയം കൊണ്ട് 2 വാചകം പറയണം. എല്ലാവരും പോകും, നമ്മളിരിക്കണം. അപ്പോൾ ഈയിടെ ഒരു അച്ചായൻ്റെ അടക്കത്തിന് വഴിയെ വന്ന ഒരാൾക്ക് മൈക്ക് കൊടുത്തു. പുള്ളി പറയാം, എനിക്ക് ഈ അച്ചായനെ വലിയ പരിചയമൊന്നുമില്ല, ഈ വഴി പോകുമ്പോൾ അച്ചാൻ ഇവിടെ നിന്ന് വെള്ളം അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ച പാസ്റ്റർ? പുള്ളി ചെടിക്ക് വെള്ളം ഒഴിച്ച കാര്യം ഈ പറയുന്നേ. ചവടക്കിന് പറയാം. വിശുദ്ധ ഈ 10 കാര്യം ഈ പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു. പുള്ളി ഉടനെ അങ്ങ് ചാകത്തില്ലായിരുന്നു. ഇത് ജീവനോടിരിക്കുമ്പോൾ മുഴുവൻ വേദനയും കൊടുക്കും, ദുഃഖവും കൊടുക്കും. ചത്ത് കിട്ടിയ നല്ല കാര്യവും പറയും. ജീവകാലത്ത് പ്രശംസിക്കണം. ഒരു മോളൊരു നല്ല പാട്ട് പാടിയാലേ ആ കുഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോൾ മോളെ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഒരു മോൻ നല്ലൊരു സാക്ഷ്യം പറയാം, കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു നല്ല പ്രസംഗം കേട്ടാൽ കർത്താവിൻ്റെ ദാസ എന്നോട് കർത്താവ് സംസാരിച്ചെന്ന് പറയാം. നിങ്ങൾ പാസ്റ്ററെ അഭിനന്ദിക്കണം. അല്ല ജീവകാലം ചത്ത് കിട്ടാനിരിക്കുക, പ്രശംസിക്കാൻ. ആര് കേട്ടാൻ? അത് ഒരു അച്ചായൻ മരിച്ചു, പെട്ടി കിടത്തിയേക്കോ, നല്ല വെള്ളയൊക്കെ ഇട്ട് വരുന്നവരൊന്ന് പ്രശംസിക്കുക. ഇതുപോലൊരു വിശുദ്ധനില്ലെന്നായി അങ്ങ് ലെവലങ്ങ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണുപിള്ളയ്ക്ക് ഒരു സംശയം. പുള്ളിക്കാരി മൂത്ത മോനെ വിളിച്ചടാ, ജോലിക്കുട്ടി ശരിക്കും നോക്കണം, നിന്റെ അപ്പം തന്നെ നോക്കെടുക്കുന്നത്, നിന്റെ അപ്പം തന്നെ അവർക്കല്ലയോ ഈ പുള്ളി അറിയാവുന്നേ. അമേരിക്കയിൽ ദൈവപുത്രൻ മരിച്ചപ്പോൾ പറഞ്ഞു, ഈ ദൈവദാസൻ ഞങ്ങളെ കൊണ്ട് വ്യാജം പറയുന്നില്ല, കള്ളം പറയുന്നില്ല. എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്ന് രാവിലെ ഇവിടെ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ഭൂവിലാരും 10,000 കൂടി ഞാൻ പറയുന്ന നീ കേൾക്കുന്ന ഈ ഭൂവിലാരും നീ ഒരു വിശുദ്ധനാണെന്നും ഭക്തനാണെന്നും പറയുന്നെങ്കിൽ നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവര് പറയും, എൻ്റെ പപ്പ ഒരു ഭക്തനായിരുന്നു.
മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. ആ സാക്ഷ്യം പ്രാപിച്ചാൽ നീ രക്ഷപ്പെട്ടു. ഈ ഊവിൽ നിന്റെ തലമുറയ്ക്ക് നിനക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയില്ലേലും, ഓവർസിയർ ആയില്ലേലും, പ്രസിഡന്റ് ആയില്ലേലും, ഖജാൻജി ആയില്ലേലും, നിനക്കിവിടെ ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഭക്തനായി ജീവിച്ചവസാനിക്കണം. വേറെ ആരും പറയണ്ട, നമ്മുടെ തലമുറ പറഞ്ഞാൽ മതി. നിങ്ങളെൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പറന്നു പോയതാണ്. എത്ര വലിയ ജനക്കൂട്ടിന് മധ്യ നിന്നാലും എൻ്റെ കണ്ണ് നിറയാൻ അദ്ദേഹത്തെ ഓർത്താൽ മതി. കാരണം എൻ്റെ പിതാവ് ഒരു ഭക്തനായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ കോൺഫറൻസിൽ, വിസിനാൻ കോൺഫറൻസിൽ, ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ ഡേവിഡ് യോഗിച്ചോടൊപ്പം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നൊരു അവസരം ചെയ്തു. എൻ്റെ അമ്മ എന്നോട് യാത്ര ചോദിക്കാൻ നിത്യത്തിലേക്ക് പോയി. ഏതാൾ കൂട്ടത്തിന് നടുവിലും എൻ്റെ അമ്മയെ ഓർത്താൽ മതി, എൻ്റെ കണ്ണ് പറയാം. എൻ്റെ അമ്മ ഒരു ഭക്തയായിരുന്നു. മക്കളെ, ഒത്തിരി ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ജീവിതം സൂക്ഷിക്കണം. ഒരു ഭക്തനായി അവസാനിക്കണം. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്നെ അവരോർക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയണം. അവർ പറയണം, മമ്മി ഒരു ഭക്തയായിരുന്നു, പപ്പ ഒരു ഭക്തനായിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു തിയറിയല്ല, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം ഒരു പ്രസംഗമാണ്. ചുമ്മാ വായിത്തി അടിക്കല്ലേ. ഞാൻ പ്രസംഗപീഠത്തിൽ ജീവിക്കുകയാണ്. ആ വേദപുസ്തകത്തിലെ ഭക്തന്മാരോടൊപ്പം ഞാൻ ധാരാളം പ്രാപിക്കുകയാണ്. ഈ ഒരു ഭക്തനാണെന്ന് ജീവിച്ചിരിക്കുമ്പോഴോ കണ്ണടഞ്ഞ ശേഷമോ തലമുറകൾ സാക്ഷിക്കണം. അങ്ങനെയാണ് എൻ്റെ ജീവിതം സക്സസ് ആയി. അല്ല 25 ഏക്കർ എഴുതി കിട്ടും പിള്ളേർക്ക്. ആർക്കും വേണ്ട. ആരിക്കൂട്ടിയൊക്കെ ഇട്ടതൊന്നും ആർക്കും വേണ്ട. വിൽക്കാൻ നോക്കി. അപ്പം ഞങ്ങളോട് പറഞ്ഞ ഭാഷ അവിടെ 1 ഏക്കർ ഇവിടെ 2 ഏക്കർ ഒന്ന് വിറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണം. കാരണം പിള്ളേരല്ല അമേരിക്കയിൽ പോയി, അവരാരും ഇങ്ങോട്ട് അനങ്ങുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ കിടന്നപ്പോൾ ശരിക്കും വല്ലതും കഴിച്ചോ? അതുമില്ല. കുബൂസ് കഴിച്ചു. ശരിക്കും കഴിക്കാതെ വാരി കൂട്ടിയിട്ടു. എന്നിട്ട് ഈ പുള്ളിക്കാരോടൊക്കെ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ദാരിദ്ര്യം പറിച്ചിട്ട് കേട്ടാൽ നമ്മളെല്ലാം അവിടെ മീൻ എടുത്തൊരു ചായ വാങ്ങിച്ചു കൊടുക്കണം തോന്നി. ഞാൻ പറയാം, എന്തിനാണ്? ഒന്നുമില്ല. ഞാൻ കണ്ട കാഴ്ചയാ. കിടക്കുക സ്ഥലം. നീതിമാന്മാരായ സിദ്ധന്മാർ പണിയേ ജീവനോ പണിയേ സത്യാണ്. Thank you.
അപ്പൊ യോബിന്റെ പിശാചിയ ദിവസം ചെന്നപ്പോൾ തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ ദാസനായ യോബിൽ, നമ്മുടെ സമയം കത്തണം, എന്നോട് ചോദ്യം, എന്റെ ദാസനായ യോബിനെ നിർത്തിവെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും അയ്യോഭക്തനും മോശം വിട്ടരുന്നവനും ആരുമില്ലല്ലോ. അപ്പൊ ഒരു കാര്യമുണ്ട്, യോബിമേൽ പിശാച് ഇട്ടി വെച്ചപ്പോഴേ വിവരം സ്വർഗം അറിഞ്ഞു. രാവിലെ ഹോളിൽ ആരാധിക്കും ദൈവത്തിലെ ദുഷ്ട പിശാച് നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുമ്പോഴേ വിവരം സ്വർഗം അറിഞ്ഞിരിക്കും. കരമണിച്ച ശക്തിയോട് സ്വർഗം പിശാച് നോട്ടമിടുമ്പോഴേ, നിന്റെ തലമുറയെ നോട്ടമിടുമ്പോഴേ, നിന്റെ നോട്ടമിടുമ്പോഴേ വിവരം സ്വർഗം അറിയും. സാത്താനെ ഗോതമ്പ് പോലെ പാച്ചേണ്ടതിന് എന്നോട് ആരോട് ചോദിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല. അവനെ പിശാച് പറയാ, വെറുതെയാണോ? ശ്രദ്ധിക്കേ, വെറുതെയാണോ? അപ്പൊ ഭക്തനായിരുന്നു, ഭക്തനാന്ന് സമ്മതിച്ചു. പക്ഷേ വെറുതെയാണോ? അതാ വായിച്ചേ, വെറുതെയാണോ? വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും, ഓ കൈ ഉയർത്തിയെന്ന് പറയണേ, സകലത്തിനും ബലി. അപ്പൊ എത്ര ബലിയായി? അവന്, അവന്റെ വീടിന്, അവനുള്ള സകലത്തിനും. യോബിന്റെ മകനടുത്തിന് ഇന്തോനേഷ്യയിലുണ്ട് അവിടെ ഒരു വേലി, കുവൈറ്റിലുണ്ട് അവിടെ ഒരു വേലി, സൗത്ത് ആഫ്രിക്കയിലുണ്ട് അവിടെ ഒരു വേലി. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിലെ നിനക്ക് മാത്രമല്ല, നിനക്കുള്ളതിനെല്ലാം ദൈവത്തിന്റെ വേലി, നിന്റെ വാഹനത്തിന് ദൈവത്തിന്റെ വേലി, നിന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ വേലി. അപ്പോ എനിക്കുള്ള സകലത്തിനും വേണ്ടി അവനും അവന്റെ കുടുംബത്തിനും അവനുള്ള സകലത്തിനും വേലി കെട്ടിയിരിക്കുന്നു. വെറും വേലിയല്ല, ഉള്ളുവേലിയല്ല. ഹോമാൻ നിങ്ങൾക്ക് തീ മതിലായിരിക്കും. ഇപ്പോഴും ഓർത്തോണം, ദൈവം നിനക്ക് തീ മതിലാ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ പഠിക്കണം ഇതൊക്കെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മോങ്ങിക്കൊണ്ടിരിക്കരുത്. വല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ സാത്താൻ ദൈവത്തിന്റെ അടുക്ക് വരുമോ? അവൻ ചെന്ന് നോക്കിയിട്ട് അവിടെ കടക്കാൻ കഴിയത്തില്ല. തീമതിൽ ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് അനുവാദം ചോദിക്കാൻ വന്ന കേറിക്കോട്ടെ എന്ന്. സ്വർഗം നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. എന്താ തീമതിൽ എന്ന് പറഞ്ഞാൽ? ഈ മലബാറിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കാണും, ഇവിടെ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലികൾ നാട്ടും. എന്നിട്ട് അതിനെ അർത്തു വ്യാപരിപ്പിച്ചിടും. പന്നിയൊക്കെ വരും, കാട്ടാന ഉൾപ്പെടെ വരും. അപ്പം ഇർത്തി വ്യാപരിപ്പിച്ചിടും. പന്നി ഇങ്ങോട്ട് വന്ന് ഈ കമ്പിവേലിയെ തൊടുക എടുത്തൊരേറായിരിക്കും. കൃപയെ ജീവിക്കുന്നവനെ തൊട്ടാൽ സാത്താൻ വിവരമാണ്. വലിയ സുവിശേഷയോഗം കോട്ടയം പടിഞ്ഞാറ് കുമരകത്തിന് പോകുന്ന സ്ഥലം, ഇതെല്ലാം നടന്ന അന്വേഷിച്ചാൽ അറിയാം. അവിടെ നടക്കാണ്, ഞാൻ പ്രസംഗിക്കുകയാണ്, വലിയ ഓഡിയൻസ്. അങ്ങ് പറയുന്ന ഒരു പിശാചിയ ശക്തി ഇളകി മുമ്പോട്ട് വന്ന് നിർത്തുന്നു വരിക. ഇങ്ങനെ വരികയും ഈ കൈ ഇങ്ങനെ ഏശിപ്പോയതേ ഉള്ളൂ. പെട്ടെന്ന് അയ്യോ പുള്ളിപ്പോയേ, ഷോക്കടിക്കുന്ന പോലെ. ഇത് മനസ്സിലായോ? ദൈവകൃപയുള്ളവനെ തൊട്ടാൽ പിശാച് വിവരം അറിയും. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം, നീ പറയുന്ന അന്യഭാഷ സാത്താന്യ ശക്തികളെ ഖനിപ്പിക്കുന്നതാണ്.
വിള്ളലേൽപ്പിക്കുന്നതാണ്. മനസ്സിലാക്കുന്നുണ്ടോ മക്കളെ? വെറുതെ അന്യഭാഷ പറയല്ല. ഈ അന്യഭാഷയുടെ ശക്തി നീ മനസ്സിലാക്കണം. ആത്മാവിന്റെ ശക്തി മനസ്സിലാക്കണം. അപ്പോ കഴിഞ്ഞു പോകുന്നതാണ്, ഭീതിപ്പെടുത്തുന്നതാണ് സാധാരണ ശക്തികളെ. ജീവിക്കുന്നതിന് തൊടത്തില്ല, തൊട്ടാ വരും അറിയും. ത്രൂ അനുഭവം വിചാരത്തോടില്ല. ഇനി പക്ഷെ പന്നിക്ക് ബോധമൊന്നുമില്ല. ഒരു വട്ടം ഏറ് കിട്ടിയെന്നും പറഞ്ഞ് പിന്നെ വരാതൊന്നും ഇരിക്കത്തില്ല, പിന്നെയും വരും. അപ്പോഴും ചാർജായിട്ട് കിടന്നോണം. ഇത് ഈ വല്ലപ്പോഴും ചാർജ് ആകുന്നതുകൊണ്ടാ പന്നി കയറി മാന്തിയിട്ട് പോകുന്നത്. ഉപവാസപ്രാർത്ഥന വരുമ്പോൾ ഒരു ചാർജിങ്, കൺവെൻഷൻ വരുമ്പോൾ ഒരു ചാർജിങ്. 24 hour നീ ചാർജ് ആയിരിക്കണം. ഇട്ടും തൊടാൻ കഴിയില്ല. ഈ നമ്മുടെയൊക്കെ പറച്ചിൽ കേട്ട ദൈവശക്തി ചെറുതും പിശാചിന്റെ ശക്തി വലുതുമാണെന്ന്. ബന്ധനമെന്നും കൂടോത്രമെന്നും ഒക്കെ പറഞ്ഞ് നീ വിരളി പോകരുത്, വിരണ്ടു പോകരുത്. ഒരു ബാധയും, കയ്യൊത്തി പറ, ഒരു ബാധയും നിന്റെ കൂടാറിൽ അടുക്കില്ല. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. കാലസിംഹത്തെ പെരുമ്പാമ്പനെയും കരമടിച്ചു പറ, ഓ യേശുവിന്റെ നാമത്തിൽ നീ വലിച്ചു കളയോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല, 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 ഫലിക്കയില്ല. നിനക്കും നിന്റെ തലമുറയ്ക്കും വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന യാതൊരായുധം ഫലിക്കയില്ല. വാക്കുകൊണ്ട് ഞാൻ ശകനവാദിയുടെ ശകനതന്ത്രങ്ങളെ ഇല്ലാതാക്കും, ഞാൻ മന്ത്രവാദിയുടെ മന്ത്രതന്ത്രങ്ങൾ ഇല്ലാതെയാക്കും. അടുത്ത പദം, അതെവിടെ നിന്ന് വന്നോ അവിടേക്ക് ഞാൻ അവയെ മടക്കി അയക്കും. എവിടെ നിന്നോ അവിടേക്ക് ഞാൻ മടക്കി അയക്കും. നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി എവിടെ നിന്നൊക്കെ എന്തൊക്കെ വന്നോ അവയെ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തമ്പുരാൻ മടക്കി അയക്കുകയാണ്. എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മടങ്ങി പോകട്ടെ. മടക്കി അയക്കും. നീ ഭയപ്പെടരുത്, നീ പേടിക്കരുത്. ഞാൻ പറഞ്ഞു, വലിയ സൈന്യമുള്ളവന്റെ നടുവിൽ ഞാൻ നിർത്തുക, പക്ഷേ നീ അവനെ കണ്ട് ഭ്രമിക്കരുത്. ചുമ്മാ എന്തേലും കേട്ട് അവരും ബന്ധനം, അവിടുന്ന് ബന്ധനം ഇവിടുന്ന് വന്നു. ബന്ധനം ഇല്ല, ബന്ധനം ഉണ്ട്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ ശുദ്രം ചെയ്ത് മയക്കിയതാർ. അപ്പം മയക്കമുണ്ട്, ബന്ധനമുണ്ട്. നാവിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. നീ ഇസ്രായേലായി പാർക്കാമെങ്കിൽ പറ്റില്ല. അത് ഇച്ചിരി പഠിപ്പിക്കേണ്ട കാര്യമാണ് പെന്തക്കോസ്തുകാരോട് പ്രത്യേകിച്ച്. 6 തവണ ശിംശോനെ ബന്ധിച്ചതായിട്ടുണ്ട്. പല സ്ഥലത്താണെന്നേ ഉള്ളൂ. 6 തവണ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. തീച്ചൊട്ട തളങ്ങോട്ട് പോലെ ബന്ധനം അഴിഞ്ഞു. ദൈവകൃപയിൽ ജീവിക്കുന്നവനെ ബന്ധിപ്പാൻ ഒരു ശക്തി കഴിയും. നീ ദൈവിക പ്രൊട്ടക്ഷന്റെ കീഴിലാണെങ്കിൽ നിന്റെ പറമ്പിൽ കാലുകുത്താൻ പിശാചിന് അനുവാദമില്ല. എന്നാൽ ശിംശോനെ ബന്ധിച്ചൊതുക്കിയപ്പോൾ, അഭിഷേകം പോയപ്പോൾ, പ്രതിഷ്ഠ പോയപ്പോൾ,
സ്വതന്ത്രം. വിശുദ്ധിയിൽ നിന്നാൽ നിന്നെ ആരും തൊടില്ല. നിന്നെ ബന്ധിച്ചെങ്കിൽ ഓർത്തോണം, നീ കൃപയെന്ന് വീണു. രണ്ട് കാരണത്താൽ ഒരു പിശാചിന് ഒരു ദൈവത്തിന്റെ കോമ്പൗണ്ടിൽ കാലുകുത്താനും അവനെ തൊടാനും കഴിയൂ. ഒന്ന്, വിശുദ്ധി പോയി കഴിഞ്ഞാൽ ദൈവിക പ്രൊട്ടക്ഷൻ പിൻവലിക്കപ്പെടും. ഇസ്രായേൽ ദൈവിക പ്രൊട്ടക്ഷൻ നിന്നിടത്തോളം അവനെ തൊടാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, ഇവനെ തൊടാൻ കഴിയില്ല, ഇവന്റെ അടുത്തോട്ട് വാക്കുപോലും നോക്കില്ല. രണ്ടാമത് ഇതില്ല, എന്തല്ലേ പറയാം, പിശാച് പറഞ്ഞു, വെറുതെ ആണോ അവൻ ഭക്തനായിരിക്കും, നമ്മുടെ സമയം പോകും. ഒന്ന്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും അവന്റെ അരികിൽ ചെല്ലാൻ എനിക്ക് കഴിയുന്നില്ല. രണ്ട്, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ വിഷയം പെടരുത്. ബാക്കി സാത്താൻ വെല്ലുവിളി നടത്തി. അവൻ നിന്നെ സ്നേഹിക്കാൻ കാരണം നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അവനും അവനുള്ളതിന് ചുറ്റും വേലിയുണ്ട്, തൊടാൻ കഴിയത്തില്ല. രണ്ട്, നീ അവനെ അനുഗ്രഹിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞ അവന് തന്നെ കുറവാ. വീടുണ്ട്, ജോലിയുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ഒരു കുഴപ്പമില്ല. നിന്റെ പ്രൊട്ടക്ഷനും നിന്റെ ഡിവൈൻ ബ്ലെസ്സിങ്ങും ഡിവൈൻ പ്രൊട്ടക്ഷനും അവനുണ്ട്. ഒന്ന് തൊട്ടു നോക്കി, വേലി ഒന്ന് പൊടിച്ചു നോക്കി, അപ്പൊ അറിയായി കയ്യടി, അപ്പൊ അറിയായി സ്തോത്രം, അപ്പൊ അറിയാ ബാക്കി. തമ്പുരാൻ വെല്ലുവിളി സ്വീകരിച്ചു. നോക്ക, എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഭാഷ പറഞ്ഞ വീടുള്ളതുകൊണ്ടാ, കാറുള്ളതുകൊണ്ടാ. എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നത് ഞാൻ വീട് കൊടുത്തോണ്ടല്ല, കാറ് കൊടുത്തോണ്ടല്ല, ജോലി കൊടുത്തോണ്ടല്ല. ഇതെല്ലാം പോയാലും അവൻ എന്നെ സ്നേഹിക്കും. ടെസ്റ്റഡ് ആൻഡ് പ്രൂഫ്. വിജയ് പറഞ്ഞു, ഒന്ന് നോക്കാൻ, തൊട്ട് നോക്കാൻ. കമ്പലാൻ പറഞ്ഞ തൊടാം. ഫസ്റ്റ് വേലി ഞാൻ പൊളിക്കുന്നു. അവനുള്ളതെല്ലാം നിന്റെ കയ്യിൽ, അവനെ തുടരുത്. മക്കളെ, ചിലപ്പം തമ്പുരാനിങ്ങനെ ചില വേലി പൊളിക്കും. ബിസിനസ് നഷ്ടം, കടഭാരം, സ്നേഹിതരെല്ലാം ഒറ്റപ്പെടുത്തുന്നു. വേലി പൊളിക്കലാ. നീ പ്രൂഫ് ചെയ്യണം, ഭക്തി തെളിയിച്ചു കാണിക്കണം. കാക്കാമെന്ന് തൊടാൻ തുടങ്ങി, എല്ലാം പോയി, എല്ലാം പോയി. പക്ഷെ ഇവയൊന്നിനാലും യോവർ ദൈവത്തിൽ ദോഷം ആരോപിച്ചില്ല, ദൈവത്തെ ദൂഷിച്ചില്ല. എല്ലാം പോയി, മക്കള് പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി. അതോ ഉച്ചമുള്ളങ്കാല് വരെ വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ടവനായി. അതവൻ്റെ അടുത്ത അധ്യായത്തിൽ. രണ്ടാം അധ്യായം ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് വീണ്ടും പിശാച് ദൈവത്തിൽ ചെല്ലുന്നു. വായിക്കേ രണ്ടിന്റെ ആ യെസ് യെസ് അടുത്ത സ്റ്റാൻസ വായിക്കുമ്പോൾ അറിയാൻ ഞാൻ കഴിവുണ്ട്. തമ്പുരാൻ പിശാചിന് ചോദിക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചാൽ സാധാരണോട്, ദാസനായോമേ നീ ദൃഷ്ടി വെച്ചുവോ? അടുത്തത് വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് വെറുതെ എന്റെ കുഞ്ഞിനെ നീ വെറുതെ നശിപ്പിക്കും. നീ പറഞ്ഞു, ഞാനവന് വീട് കൊടുത്തോളാം, ഞാനവന് മക്കളെ കൊടുത്തോണ്ടാ, ഞാനവനെ പ്രൊട്ടക്ട് ചെയ്യുന്നോണ്ടാ. നീ അതെല്ലാം പൊളിച്ചില്ലേ വെറുതെ? എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് വിശ്വാസി ഭക്തി തെളിയിക്കേണ്ടത്. അതാ പറഞ്ഞ കണ്ണിന് വരും കണ്ണ്, തൊക്കിരുന്ന് വരും തൊക്ക്. മനുഷ്യൻ തനിക്കുള്ളതെല്ലാം തന്റെ ജീവന് വേണ്ടി കൊടുക്കും. തൃക്കൈ നീട്ടി നീ അവനെ ഒന്ന് തൊട്. അവൻ ദൈവം തമ്പുരാൻ പറഞ്ഞിതാ അവൻ നിന്റെ കയ്യിൽ. അപ്പം മുമ്പേ എത്ര വേലിയായിരുന്നു? ഒന്ന് അവന്, രണ്ട് അവന്റെ വീടിന്, അവനുള്ളതിനൊക്കെ. ഇപ്പൊ ഒരു വേലി കൂടെ ദൈവം പൊളിച്ച അവന്റെ വേലി. തമ്പുരാൻ പറഞ്ഞു, പക്ഷെ അവന്റെ പ്രാണനെ തുടരുത് എന്ന് പറഞ്ഞാൽ പ്രാണന് ചുറ്റും വേറൊരു വേലിയുണ്ട്.
ഈ 3 വേലി കൂടാ നിന്റെ പ്രാണന് ചുറ്റും ഒരു വേലിയുണ്ട്. തമ്പുരാൻ അത് പൊളിക്കാതെ പാണ്ടിലോറി നിന്റെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങിയാലും തമ്പുരാൻ ആ വേലി കെട്ടിയെടുക്കുന്നിടത്തോളം ദുഷ്ടന് നിന്നെ തൊടുവാൻ കഴിയില്ല. നിന്റെ പ്രാണന് ചുറ്റുമുള്ള വേലി ദുഷ്ടന് തൊടാൻ കഴിയില്ല. അത് ദൈവം പൊളിക്കാതെ ഒരു ദുഷ്ടനും തൊടാൻ കഴിയില്ല. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാണ്. എന്റെ പ്രാണന് ചുറ്റും മറ്റൊരു വേലിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വേലി നീ പൊളിച്ചു. ശരീരത്തിന് ചുറ്റുമുള്ള വേലി. അവന്റെ പ്രാണനെ തൊട്ടത് വന്ന് രുചിമുള്ളങ്കാൽ വരെ വീണതും അതിനായി തോട്ട് കഷ്ടം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് അവൻ ചാരത്തിലിരുന്നു. ആ സമയത്ത് ആരിൽ പിശാചി കയറി? അവന്റെ ഭാര്യ. തക്ക തുണയായിരിക്കേണ്ടവളിൽ പിശാചി കയറി. അവൾ വന്ന് ചോദിക്കുക, നീ ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് മരിച്ചു നല്ല നരകത്തിൽ ബോധമോ? യോബ് പറഞ്ഞൊരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കും. നാം ദൈവത്തിൽ നിന്ന് നന്മ തിന്മയും. അവിടെ എഴുതിയിരിക്കുന്ന യോബ് സാഷ്ടാംഗം നമസ്കരിച്ചെന്നാണ്. പ്രസ്ക്യൂറ്റീനിയോ എന്ന് പറഞ്ഞാൽ നീൽ ഡൗൺ ആരാധിച്ചെന്നാണ്. എല്ലാം പോയപ്പോൾ ആരാധിച്ചത്. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാതിരിക്കാം. അതിൽ ബെസ്റ്റ്സെല്ലറായ പല പുസ്തകങ്ങളല്ല. ഒന്നാണ് ആരാധനയെക്കുറിച്ചുള്ള പുസ്തകം. ഇന്ന് കൊണ്ടുവരാൻ ഇല്ല. എൻ്റെ ആത്മകഥയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. വൻകൃപയുടെ തണലൻ ജീവിതം. 4 പതിറ്റാണ്ട് ദൈവം എന്നെ നടത്തിയത്. ലേറ്റസ്റ്റ് നോഹയുടെ കാലമൊക്കെ വലിയ ഇതാണ്. അപ്പം അതിൽ ഞാൻ സ്തോത്രയാഗം എന്നൊരു ഇതുണ്ട് ആരാധനയിൽ. എന്താ ഈ സ്തോത്രയാഗം? സ്തോത്രയാഗം എന്നറിയോ? ഞാനിവിടെ നിന്ന് സ്തോത്രം പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല സ്തോത്രയാഗം. ഇത് വേറെ. സ്തോത്രം വേറെ, സ്തോത്രയാഗം വേറെ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ, കൂട്ടുകാർ പോയി, ജോലി പോയി, സമ്പത്ത് പോയി, അപ്പോൾ ദൈവം ഇതിൽ പറയുന്ന സ്തോത്രമാണ് സ്തോത്രയാഗം. ശാരീരം ചോദിക്കും, നീ ഇപ്പൊ എന്തിനാ ഈ സ്തോത്രം പറഞ്ഞു? അല്ല, ഇപ്പൊ എന്തിനാ ഈ സ്തോത്രം പറഞ്ഞു? ജോലി പോയില്ലേ? മക്കൾ വഴി വിട്ടു പോയില്ലേ? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? അയ്യോ പറയും, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. എനിക്കുള്ളതെല്ലാം പോയെങ്കിലും എൻ്റെ ജാമ്യക്കാരൻ പോയിട്ടില്ല, എൻ്റെ സാക്ഷി പോയിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ അവൻ ശക്തനത്രേ. ഒരു വാക്ക് പറഞ്ഞു നിർത്താം, സമയം പോയില്ലേ? നിർത്താം. ഞാൻ മണക്കാലയിൽ 2 ദിവസം ഉള്ള സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രസംഗിക്കുകയായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ ഫാസ്റ്റിംഗ് പ്രയർ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ. ഞാൻ യോബിനെ കുറിച്ച് എവിടെയോ സ്പർശിച്ചു പോയി ഈ കാര്യവും പ്രസംഗിച്ചു. അപ്പോൾ അവിടെ എമി ജേക്കബ് എന്നൊരു പഴയ ദൈവദാസനുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം വളരെ സരസനാണ്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു ചോദ്യം ചോദിച്ചു, ഞെട്ടിപ്പോയി. വളരെ ശാന്തമായി സാറേ എന്ന് വിളിച്ചിട്ടാണ് ചോദിച്ചു. സാറേ, 10 ഡെഡ് ബോഡി ഇതുകൂടെ പറഞ്ഞു നിർത്താം. 10 ഡെഡ് ബോഡി ഈ സഹോദരിയുടെ മുമ്പിൽ കൊണ്ടുവച്ചില്ലേ? ആരുടെ? യോബിൻ്റെ ഭാര്യയുടെ മുമ്പിൽ. അന്നേരം വല്ലതും പറഞ്ഞോ പാസ്റ്ററെ? അവരെ വല്ലതും പറഞ്ഞോ? 10 കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി ഏറ്റെടുത്തിട്ട് അവളൊന്നും മിണ്ടിയില്ല. അവസാനം അവിടെ ഭർത്താവിൻ്റെ ശോധന, കഷ്ടത കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വാതർന്ന് ചോദിച്ചു, ഇപ്പോഴും നീ വിളിക്കുകയാണോ? ഈ വയോധികൻ, വന്യവയോധികൻ ചോദിച്ചു, പാസ്റ്ററെ, സാറേ, 10 ഡെഡ് ബോഡി ഏറ്റുവാങ്ങിയിട്ടോളൊന്നും പറഞ്ഞില്ല. തൊടേണ്ടിടത്ത് തൊട്ടപ്പോൾ അവിടെ പ്രിയപ്പെട്ടവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾ സഹിച്ചില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി യോബിൻ്റെ ഭാര്യ ഞാൻ കുറ്റം പറയില്ല. ആര് പറഞ്ഞു? ചെറിയൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കൂ, നമുക്കെന്നെ കുറ്റം പറയാം. അവർക്ക് സഹിക്കാൻ കഴിയില്ല. അവിടെ ചോദിച്ച് ഇപ്പോഴും ഭക്തി മുറുകെ പിടിക്കുകയാണ്. യോ പറഞ്ഞ ഹോവ തന്നു, ഹോവ എടുത്തു, അവർക്ക് നാം വാഴ്ച. ഇവിടെ നിർത്തണമല്ലോ.
ഭക്തി എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ പറഞ്ഞു. എല്ലാം അനുകൂലമാകുമ്പോൾ കർത്താവിനെ പിൻപറ്റുന്നില്ല, എന്തെല്ലാം പ്രതികൂലമായാലും യേശുവിനെ പിൻപറ്റുക. യോഗദാസ് പറഞ്ഞൊരു പദം കൂടെ പറഞ്ഞിട്ടാ, എൻ്റെ തൊക്ക്, ഇങ്ങനെ പറഞ്ഞാട്ട് നിങ്ങൾ, എൻ്റെ തൊക്ക് ഇങ്ങനെ ചെയ്ത ശേഷം ബാക്കി പറ, ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ പൊടിമേൽ ഒരു കൈ സ്വാതന്ത്ര്യശാന്തി എന്ന് പറഞ്ഞാൽ യോബിന്റെ പ്രത്യാശ. എന്റെ മുഖത്ത് നോക്കൂ, ഞാൻ നിർത്തുക. യോബ് പറഞ്ഞത്, കർത്താവേ മതി, എനിക്ക് മതി, മക്കൾ പോയി, എല്ലാം പോയി, എനിക്ക് അങ്ങ് വന്നാ മതി. അതാ അവന്റെ പ്രത്യാശ, അങ്ങ് വന്നാ മതി, എനിക്ക് അങ്ങ് വന്നാ മതി. തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ വരാനല്ലേ? നോ, ഞാനിപ്പോൾ നിന്നെ കൊണ്ടുപോയില്ല. നിന്റെ ഭക്തി ചോദ്യം ചെയ്തവന്റെ നടുവിൽ നീ ഒരു ഭക്തനാണെന്ന് തെളിയിച്ചിട്ട് ഞാൻ കൊണ്ടുപോകും. നീ ചിന്തിക്കുന്ന സമയത്ത് ദൈവം നിന്നെ കൊണ്ടുപോകില്ല. ചിലതൊക്കെ തെളിയിച്ചിട്ട് ദൈവം കൊണ്ടുപോകുകയും ചിലതൊക്കെ കാണിച്ചിട്ട് ദൈവം കൊണ്ടുപോകുകയും. എത്ര നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, എല്ലാറ്റിലുപരി അങ്ങേ സ്നേഹിപ്പാൻ, എല്ലാവരെക്കാളുപരി അങ്ങേ സ്നേഹിപ്പാൻ എനിക്ക് കൃപ തരണേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ. കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങേ പിൻപറ്റുന്നവനാകാതെ ജീവനെങ്കിൽ ജീവൻ അർപ്പിച്ച് അങ്ങേ സ്നേഹിപ്പാൻ എന്നെ ഒരുക്കണേ. ഇത് ചുമ്മാതുള്ള സമർപ്പണമാണ്, ചുമ്മാടെ കൈപോക്കല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ. നീ എന്തിനാ കർത്താവിനെ പിൻപറ്റുന്നത്? കാര്യസാധ്യതനാണോ? എൻ്റെ കാര്യമൊക്കെ സാധിക്കാനുള്ള അത്ഭുത വിളക്കാൻ ഞാൻ പറഞ്ഞ പോലാണോ കർത്താവ്? അല്ല, ക്രിസ്ത്യ ജീവിതം അതല്ല കുഞ്ഞെ. ഇത് എത്ര നാളാ ഇവിടെ, എത്ര നാളാ നമ്മള് നിങ്ങൾക്ക് നല്ല എന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ പ്രസംഗിനെ വിളിക്കാമായിരുന്നല്ലോ. സഹോദരം, പ്രാപിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കും. നോ 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 നോ, ഇതല്ല. നിത്യത നിത്യത നിത്യത, എവർലാസ്റ്റിംഗ്. ഏതാണ് വലുത്? 2 കോടിയിൽ പരം ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയി. നല്ല ഇവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാ നമ്മൾ ബാക്കിയാക്കി. ദൈവത്തിന് എന്തൊക്കെയോ പ്ലാനുണ്ട് നമ്മളെ കുറിച്ച്. ഹല്ലേലൂയ. എൻ്റെ ജീവനേക്കാൾ നീ എനിക്ക് വലിയവനാണ്. ആ പാട്ടൊന്ന് പാടിക്കും മക്കളെ. ആരാ പാടിക്കുന്നത്? ജീവനേ കൈകൾ സ്വർഗത്തിലേക്ക് പിടിച്ച് തുല്യം ചൊല്ലുവാൻ, തുല്യം ചൊല്ലുവാൻ, തുല്യം ചൊല്ലുവാൻ. ജീവനേക്കാൾ
പാടിക്കും മക്കളെ. കൈകൾ താഴ്ത്തിയിട്ടാവും. എവിടെ നിന്നാണ് സാക്ഷ്യം ലഭിക്കേണ്ടത്? കുടുംബത്തിൽ, കുഞ്ഞുങ്ങളുടെ നടുവിൽ ഭക്തനായി ജീവിച്ച് അവസാനിക്കാൻ ദിവസം ലഭിക്കപ്പെടും. കർത്താവെ എന്നെ സമർപ്പിക്കുന്നു പറയുന്നു. കൈ ഉയർത്തി പിടിച്ചാണ്. യേശുവെ എന്നെ സമർപ്പിക്കുന്നു പറയും. അവിടുത്തെ വിധത്തിനായി എന്നെ സമർപ്പിക്കുന്നു. ഭക്തനായി ജീവിച്ച് ഭക്തനായി അവസാനിക്കുന്നു. നീതി വളർന്ന കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർ എന്നെ സ്നേഹിച്ച് നിത്യതയിൽ മറഞ്ഞു. ആ മാറ്റം നമ്മുടെ ഇവരെ സാക്ഷ്യമുള്ള ക്രിസ്ത്യ ജീവിതം, ജീവനുള്ള ക്രിസ്ത്യ ജീവിതം, ആദരവുള്ള ക്രിസ്ത്യ ജീവിതം, തലമുറയ്ക്ക് അനുഗ്രഹമായ ക്രിസ്ത്യ ജീവിതം സമർപ്പിക്കുന്ന കൈ ഉയർത്തി പിടിച്ചാണ്. താവേദിന്റെ ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എന്റെ കൃപയുടെ മേൽപ്പാറണേ, അടിയുടെ മേൽപ്പാറണേ, അങ്ങേക്ക് ഇഷ്ടമുള്ള, അങ്ങേ പ്രസാദമുള്ള ക്രിസ്ത്യ ജീവിതം നയിപ്പാണ്. ഭക്തനായി ജീവിച്ച് ഭക്തനായ അവസാനം ഞങ്ങൾ ആശിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ, പ്രാർത്ഥിച്ചൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങ് എൻ്റെ ദൈവം എന്ന് പറയാൻ ഞങ്ങൾ ഒരുക്കണേ. ഇവിടുത്തെ സന്നിധി വിട്ട് ഒരു സ്റ്റെപ്പ് പോലും മാറാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ തലമുറയ്ക്ക് ഇടയാകല്. പ്രാണപ്രിയനെ അവിടുത്തെ മുഖം നോക്കി ഓടുവാൻ ഞങ്ങൾ ഒരുക്കണം. ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവശക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ.